വീണ്ടും ഞാനൊരു ഹെയർ കെയർ ചാലഞ്ച് റിക്വസ്റ്റ്, അതായത് എനിക്ക് വന്ന കമൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കമൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഈ എണ്ണ തേച്ച മുടി കോതി പിന്നിയൊക്കെ വെക്കുമല്ലോ, ഈ മുടിയും കൊണ്ട് ഒന്നുകിൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാളിലോ പോകുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നാണ്. കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്ന് ആ ഒരു രീതിയിലാണ് അവർ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കത് തന്നെ ആയിക്കളയാം അടുത്ത വീഡിയോ. ഞാനിത് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ വെച്ചല്ല, ഞാൻ അമ്മയുടെ അടുത്ത് പോയപ്പോഴാണ്. ബിക്കോസ് അവിടെ ഒരു സിറ്റി ഏരിയ ആയതുകൊണ്ടും ഇവിടത്തേനേക്കാളും കൂടുതൽ തിരക്കുള്ള ഭാഗമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ പോകുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പം 2-3 ദിവസത്തിന് മുമ്പേ അവിടെ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞാൻ തലമുടിയിൽ നല്ലതുപോലെ എണ്ണ വാരി തേക്കുന്നുണ്ട്. വാഷിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പുറത്തോട്ട് ഇങ്ങനെ പോകുന്ന വീഡിയോ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് ഓർ മാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ കൂടെ ചന്തയിൽ പോവുകയാണ് ഗൈസ്. മീൻ മേടിക്കാൻ വേണ്ടി ചന്തയിൽ ഞാൻ അമ്മയുടെ കൂടെ പോവുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഞാനിതിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിലധികം വഴിച്ചെടുക്കുന്ന രീതിയിൽ എണ്ണ കോരി തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ്. നല്ല ഡ്രസ്സൊന്നും ഈ എണ്ണ വാരി തേച്ചിട്ട് നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ചന്തയിൽ പോകുമ്പോൾ ഇതൊക്കെ മതിയല്ലോ, ചന്തയിലല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞതുപോലെ അവർ പാർട്ടീഷനൊന്നും എടുക്കാതെ, അതായത് വകുപ്പൊന്നും എടുക്കാതെ ഫുള്ളായിട്ട് ഇങ്ങനെ പുറകോട്ട് കോതി വെച്ച രീതിയിൽ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വകുപ്പൊന്നും അങ്ങനെ ഈ പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല. നേരെ എല്ലാം കൂടെ പുറകോട്ട് വെച്ച് കോതിയിട്ട് അതിൽ ഇങ്ങനെ പിന്നിടുകയാണ് ഗൈസ്. ബാക്കിലോട്ട് ഞാൻ പിന്നിട്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ചീപ്പ് കൊണ്ട് പുറകോട്ട് തന്നെ എല്ലാം കൂടെ കോതി ഒതുക്കിയതിന് ശേഷം അവർ ഒരുപാട് ഇങ്ങനെ ഹെയർ പിന്ന് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആകെപ്പാടാം അവിടെ ഉള്ള 2-3 സ്ലൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ മുടിയിൽ അത്ര ആവശ്യമുള്ളൂ, എത്ര തിക്കൊന്നും അല്ല ഈ എണ്ണയൊക്കെ തേച്ചിടുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ കിട്ടിയ, ഞാൻ ഇത് സ്ലൈഡൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമ്മയുടെ 1-2 സ്ലൈഡൊക്കെ വെച്ച് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വകുപ്പും എടുത്തിട്ടില്ല. കോതിയപ്പോൾ അതങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം കൂടെ പുറകോട്ട് കോതിയാണ് ഞാൻ പിന്നിക്കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകാം. എന്തായാലും തല അലമ്പായല്ലോ, ചട്ടി തലയായി. ഇനി നമുക്ക് ഇച്ചിരി എന്തെങ്കിലും മേക്കപ്പ് എങ്കിലും ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് വാരി ഇട്ടിട്ടുണ്ട്. കുറച്ച് സാധാരണ നമ്മൾ നോർമൽ ചെയ്യുന്ന ജസ്റ്റ് ഒരു കാജൽ, പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്ക്, ഒരു പൊട്ടും കൂടെ ഇട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആക്കി ഇറങ്ങിയതും മഴ അങ്ങോട്ട് തുടങ്ങി. ഒടുക്കലത്തെ മഴയായിരുന്നു കേസ്. ഞാൻ ഈശ്വരൻ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ട് എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റൂലേ എന്നുള്ള വിഷമത്തിൽ ഞാനിങ്ങനെ മഴ തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആ ഒരു മഴ അപ്പോഴും തോർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുട പിടിച്ച് നടക്കാനുള്ള രീതിക്ക് മാത്രമേ തോർന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പോകണമെങ്കിൽ അമ്മയുടെ കൂടെയാണല്ലോ ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നെങ്കിൽ എന്തെങ്കിലും പുത്രിയും കൂടെ കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് വേറെ ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് അങ്ങോട്ട് ഇറങ്ങി. എന്തായാലും ഞാൻ ഇറങ്ങിയില്ലേ, ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഇത്രയും സൗകര്യമായിട്ട് കിട്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്തു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കുടയൊക്കെ പിടിച്ച് ഇത്രയും തിരക്കുള്ള സ്ഥലത്തൂടെയാണ് ഗൈസ് ഞാൻ ആ ചന്തയിലെത്തിയത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മലക്കറി മാമിമാരും മീൻകാരന്മാരും മീൻകാരികളും എല്ലാം ഇരിപ്പുണ്ട്. ഇതിനകത്തുകൂടെ കുടുകുടാ ഞാൻ ഓടി നടന്ന് അമ്മയുടെ കൂടെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം മീൻ വാങ്ങിച്ചാൽ അമ്മയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീൻ അങ്ങനെ വാങ്ങിച്ചു. നുത്തോലി മീനൊക്കെ ഇങ്ങനെ ഇരുന്ന് പിടയ്ക്കണമൊന്നുമില്ല, ചുമ്മാ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളെ മീനെല്ലാം ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടെ നിന്ന് മലക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറിലാണ് പോയത്, മലക്കറിയൊക്കെ. അപ്പോൾ എൻ്റെ മുടി ഏകദേശം ഈ ഒരു അവസ്ഥയിൽ കൊടയര കമ്പി കയറി വലിച്ച് എൻ്റെ കുറച്ച് മങ്കിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് കിടപ്പുണ്ട്. കൊടയര കമ്പി വലിച്ചിട്ടാണ് അത് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സ്, മലക്കറി അങ്ങനെയൊക്കെ ഉള്ളൊരു കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മ തന്നെയാണ് സാധനം വാങ്ങിച്ചത്. ഞാനിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് റോഡിൽ പോകുന്ന ആളുകളെല്ലാം വായി നോക്കി നിന്നതിന് ശേഷം അവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവളെന്താ ഈ എണ്ണച്ചട്ടിയിൽ കമന്ന് വന്നിരിക്കുന്നത്? അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ് ഗൈസ്, ഇവളെയും കൊണ്ട് എൻ്റെ മോളാണെന്ന് പറയാം. അമ്മ ചിലുക്കിൽ പോകണം, ഇവളെയും കൊണ്ട് ഞാൻ എൻ്റെ മോളാണെന്ന് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞ് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ വീണ്ടും ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ തലയുടെ അവസ്ഥ. മഴയൊക്കെ ഉള്ളതുകൊണ്ടും എൻ്റെ വകുപ്പ് എടുക്കാത്ത തലയിൽ തനിയെ വകുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മങ്കി അവിടെ നിന്ന് ഊർന്നു വന്നതാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ വന്നു, തലയൊക്കെ അഴിച്ചു.
പിന്നെ തിരിച്ചു വന്നപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടയൊന്നും ഇല്ലാതെയാണ് വന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു കമൻറ്റ് ഇട്ട ആൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് റിപ്ലൈ തരണം. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആയിട്ടുണ്ടോ, ഞാൻ മാർക്കറ്റിലൊക്കെ പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ദയവായിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഈ ചാലഞ്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഞാൻ 1-2 ചാലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും 1-2 കമൻറ്റിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് വയ്യാതായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഓയിൽ തേച്ചുള്ള ചാലഞ്ച് വീഡിയോസൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. 1-2 ഞാൻ ചെയ്തു. ഓവറായിട്ട് എണ്ണ തേക്കുമ്പോൾ അത് അതിൻ്റെ ബുദ്ധിമുട്ട്, ഇത്രയും ഓയിലി ഹെയർ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയിൽ ഒരുപാട് അഴുക്കൊക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നല്ല, എൻ്റെ തല ഓൾറെഡി പൊടിയൊക്കെ പറ്റി പിടിച്ച് മുടിയിലൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ള കമൻറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്യുന്നതായിരിക്കില്ല ഗായ്സ്. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.